എടുക്കുന്നതിനായി ഡാറ്റ കളക്ഷനുമായി വീടുകളിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ അവിടെ ഈ മാതാപിതാക്കൾ മാത്രമേ കാണുന്നുള്ളൂ. കാരണം ചോദിക്കുമ്പോൾ യുവാക്കളായ യുവതികളുമായ എല്ലാ ഉദ്യോഗസ്ഥരും അഭ്യസ്തവിദ്യരായവർ എല്ലാവരും തന്നെ വിദേശത്തേക്ക് ജോലി അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെങ്ങനെയെങ്കിലും ബിരുദമോ ബിരുദാനന്തര ബിരുദമോ അതല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകളോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അന്യനാട്ടുകളിലാണ് അവരുടെയൊക്കെ കഴിവുകൾ ഊർജപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നത്. മറിച്ച് നമ്മുടെ നാട്ടിൽ ഇത്രയും കഴിവുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിലും അവർക്കൊക്കെ തൊഴിൽ കൊടുക്കുവാനായിട്ട് സാധ്യത കുറഞ്ഞു പോകുന്നു. എന്നാൽ ഇന്നിവിടെ കാണുന്നത് ഇത്രയധികം ഉദ്യോഗാർത്ഥികളെ ഇവിടെ വിളിച്ചുകൂട്ടി അവർക്കായി 1000-ൽ അധികം ജോലികൾ നൽകുന്നതിനായിട്ടാണ് ഇവിടെ ഈ 50 കമ്പനികളും ഇവിടെ ചേർന്ന് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തരികയാണ് ഈ മർച്ചൻസ് അസോസിയേഷനും അതുപോലെ തന്നെ ഇൻഫോസിസും ചേർന്ന് നടത്തുന്ന ഈ നമുക്കായി ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ അവസരങ്ങളും നിങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കഴിവുകളെ നമ്മുടെ നാടിന് തന്നെ പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നു. വരാപ്പുഴ പഞ്ചായത്തിൽ എത്രയധികം ഉദ്യോഗാർത്ഥികൾ തൊഴിൽ ഇല്ലാതെ അലയുന്നു എന്നുള്ളത് പ്രസിഡന്റിനെയും ഭരണസമിതിയെയും ഒക്കെ അലട്ടുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. ഇന്നിവിടെ SSLC പാസ്സായ കുട്ടികൾക്ക് തുടങ്ങി അവരെ എല്ലാവരെയും വേണ്ടുന്ന വിധത്തിൽ ട്രെയിനിങ് നൽകുകയും അവർക്ക് വേണ്ടുന്ന ജോലികൾ നൽകുകയും ചെയ്യുക എന്നുള്ളത്, അവരെ ഉദ്യോഗാർത്ഥിയാക്കി മാറ്റുക എന്നുള്ളത്, അവർക്ക് ഉദ്യോഗം നൽകുക എന്നുള്ളതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇവിടെ രജിസ്ട്രേഷനായിട്ട് നിൽക്കുമ്പോഴും ഇത്രയധികം ഉദ്യോഗാർത്ഥികൾ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥ ആ ഷോർട്ടേജ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ അധ്യക്ഷൻ പറയുകയുണ്ടായി, ആദ്യമായിട്ടാണ് വരാപ്പുഴ പഞ്ചായത്തിൽ ഇങ്ങനെയൊരു സംരംഭം ഏർപ്പെടുത്തിയതെന്ന്. പലതവണയായിട്ടും ഈ മർച്ചൻസ് അസോസിയേഷൻ നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കായി എന്തെല്ലാം ആവശ്യങ്ങൾ വേണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പലപ്പോഴും പഞ്ചായത്തുമായി ചേർന്ന് നിന്ന് വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നമ്മളെ സഹായിക്കുകയുണ്ടായി. നിങ്ങൾക്കെല്ലാവർക്കും ഉദ്യോഗം ലഭിക്കട്ടെ, നല്ലൊരു ഭാവി നിങ്ങൾക്കായി വാഗ്ദാനം ചെയ്യുന്ന ഈ സംരംഭത്തെ ഏറ്റവും കൂടുതലായിട്ട് ആശംസകൾ അർപ്പിക്കുകയും നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. ഇന്ന് നിരവധി കമ്പനികളുടെ പ്രതിനിധികൾ ഈ വരാപ്പുഴ പഞ്ചായത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് വരാപ്പുഴ പഞ്ചായത്തിനെ സംബന്ധിച്ച് വലിയ അഭിമാന നിമിഷമാണ്. കാരണം മുൻപെങ്ങുമില്ലാത്ത രീതിയിൽ ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട തൊഴിലുകൾ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ ഞങ്ങൾ കാണുന്നത്. എപ്പോഴും നമുക്കിഷ്ടമുള്ള തൊഴിൽ ലഭിക്കണമെന്നില്ല, പക്ഷേ എങ്കിലും ഒരു തൊഴിൽ ആവശ്യമുണ്ട് എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെ യുവജനങ്ങൾ തങ്ങൾക്ക് കിട്ടുന്ന തൊഴിൽ ചെയ്യുവാൻ നിർബന്ധിതമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരം തൊഴിൽ മേഖലകളുടെ സാധ്യതകൾ അവർക്ക് വലിയ രീതിയിലുള്ള വാതായനങ്ങൾ തുറന്നിടുന്നത്. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലകൾ തിരഞ്ഞെടുക്കാം, അവർക്ക് ഇഷ്ടപ്പെട്ട ജോലി തിരഞ്ഞെടുക്കാം, അവർക്ക് ഇഷ്ടപ്പെട്ട സമയവും പോലും തിരഞ്ഞെടുക്കുവാനുള്ളൊരു സാധ്യത ഈ കമ്പനികൾ അല്ലെങ്കിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന തൊഴിൽ ദാതാക്കൾ നൽകുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇവിടെ തൊഴിൽ അന്വേഷിച്ചു വന്നിരിക്കുന്ന എല്ലാവർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട തൊഴിലുകൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടാതെ തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന വരാപ്പുഴ മർച്ചൻസ് ക്ലബിനെ ഏറ്റവും വലിയ പ്രവൃത്തികൾ, കാരണം വെച്ചാൽ വരാപ്പുഴയിൽ സജീവമായിട്ട് 2 വർഷക്കാലമായിട്ട് അധികം നാളായിട്ടില്ല ഈ ക്ലബ് ഇവിടെ രൂപം കൊണ്ടിട്ട്. പക്ഷേ നമുക്ക് ആവശ്യമായ നിരന്തരം നമുക്ക് ഏത് മേഖലയാണ് ആവശ്യമെന്ന് കണക്കാക്കി ആ മേഖലകൾക്കൊക്കെ സ്കൂൾ ആരംഭത്തിൽ തന്നെ ഒരു സ്കൂൾ ബാഗുകൾ അല്ലെങ്കിൽ സ്കൂൾ കിറ്റുകൾ സപ്ലൈ ചെയ്തുകൊണ്ടാണ് അവർ ഇറങ്ങുന്നത്. ഏത് കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അവർക്ക് ഉപയോഗിക്കുന്ന വളങ്ങൾ പകുതി സബ്സിഡിയോടുകൂടി നിസ്സാര രീതിയിൽ ഒത്തിരിയേറെ കർഷകരെ വിളിച്ചു കൂട്ടുന്ന പരിപാടികൾ. അപ്പോൾ വിവിധ മേഖലകളിൽ അവരുടെ പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ടാണ് വരാപ്പുഴ മർച്ചൻസ് ക്ലബ്ബ് കടന്നു പോകുന്നത്.
അവർക്ക് ഈ നേതൃത്വത്തിന് വരാപ്പുഴ ഗ്രാമപഞ്ചായത്തിനുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ള വിവിധ കമ്പനികളിലെ റെപ്രസെൻറ്റേറ്റീവ്സിനും വരാപ്പുഴ ഗ്രാമപഞ്ചായത്തിന് നന്ദി അറിയിക്കുന്നതോടൊപ്പം ഈ തൊഴിലന്വേഷകരായിട്ടിരിക്കുന്ന എല്ലാവർക്കും അവരാഗ്രഹിക്കുന്ന തൊഴിൽ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങൾ ഇങ്ങനെ ഒരു ജോബ് ഫെയർ വരാപ്പുഴ പഞ്ചായത്തുമായിട്ട് സഹകരിച്ചിട്ടാണ് സൗജന്യമായിട്ട് ഇങ്ങനെ ഒരു ജോബ് ഫെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ജോബ് ഫെയറിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് 18 വയസ്സിനും 35 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള തൊഴിൽ രഹിതരായിട്ടുള്ള യുവതീ-യുവാക്കൾക്ക് സൗജന്യമായിട്ടൊരു തൊഴിൽ ലഭിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ തൊഴിൽ മേള നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ സ്ഥാപനം നിർമ്മാണ ഓർഗനൈസേഷൻ കഴിഞ്ഞ 20 വർഷത്തോളമായിട്ട് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, എൻവയോൺമെൻറ്റ് ഡെവലപ്മെൻറ്റ് എന്നീ മേഖലകളിൽ വ്യക്തമായിട്ട് ആളുകൾക്ക് സൗജന്യമായിട്ട് സേവനം നൽകി വരുന്ന ഒരു സ്ഥാപനമാണ്. നമ്മളുടെ ഹെഡ് ഓഫീസ് ഹൈദരാബാദാണ്. നിർമ്മാണ ഓർഗനൈസേഷൻ്റെ കൊച്ചിയിലെ ബ്രാഞ്ചിൻ്റെ കലൂരുള്ള ഓഫീസ്, കൊച്ചി ബ്രാഞ്ച് നമുക്ക് സപ്പോർട്ട് തരുന്നത് ഇൻഫോസിസ് ഫൗണ്ടേഷനാണ്. അപ്പോൾ ഇൻഫോസിസ് ഫൗണ്ടേഷൻ ഫണ്ട് ചെയ്യുന്ന ഒരു ജോബ് ഡ്രൈവാണിത്. അപ്പം എല്ലാ ഉദ്യോഗാർത്ഥികളും ഇന്നിവിടെ രജിസ്റ്റർ ചെയ്ത് വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാവരും ഈ ഒരു അവസരം ഉപയോഗിക്കണമെന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. ഒരു ജോബ് കിട്ടാനായിട്ടുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. 10ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള യോഗ്യതയുള്ള എല്ലാവർക്കും 18 വയസ്സ് തൊട്ട് 35 വയസ്സ് വരെ പ്രായമുള്ള എല്ലാവർക്കും ആവശ്യാനുസരണം അവരുടെ എംപ്ലോയേഴ്സ് അതുപോലെ ജോബ് ഡിസ്ക്രിപ്ഷൻ എല്ലാം നമ്മൾ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗിക്കുക എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് എല്ലാവരുടെ അടുത്തും.